അപ്പം നമ്മൾ ജേണി ഒരു 6:30 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ചേച്ചിയുടെ ഒരു വീട്ടിൽ തന്നെ, നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് നേരെ ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺ ദ വേ തന്നെയായിരുന്നു. സോ അവിടെ കയറിയിട്ടായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ചേച്ചി നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്ന ടൈമിൽ ഇന്നിടത്ത് എത്തണം എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളൊരു 8:30 ആയിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ചെല്ലാനുള്ള ടൈമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് എന്തായാലും ഒരു 8:30 ആ ഒരു ടൈം അടുത്തപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ വെളിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണായിരുന്നു. അവിടെ ഇത് എള്ളാണ് കേട്ടോ, എള്ള്. ഞാൻ ആദ്യമായിട്ടാണ് എള്ളിങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചുമ്മാ ഞങ്ങൾ അതിൽക്കൂടെ ഇങ്ങനെ നടക്കാം. അങ്ങനെ ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആയി. നല്ല ചൂട് ഇഡലിയും സാമ്പാറും സമ്മന്തിയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചുവന്നുള്ളിയൊക്കെ ഒരുപാടിട്ട് നല്ല കിട്ടില്ല സാമ്പാറും നല്ല പൂ പോലത്തെ ഇഡലിയൊക്കെ ഞാൻ വെറുതെ വർണ്ണിക്കല്ല, നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞത്, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമുക്ക് ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ, ഹെവി ഫുഡ് അല്ലാത്തതുകൊണ്ട് നല്ലൊരു ഫ്രഷ് ഫീലും ഉണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പ് ഫുള്ള് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മുടെ ഇഡലിയും സാമ്പാറും നല്ല ലൈറ്റ് ഫുഡാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും ഫുഡ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു കൃഷ്ണ ചേച്ചി. ഇതാണ് നമ്മുടെ കൃഷ്ണ ചേച്ചി കേട്ടോ, ചേച്ചിയുടെ വകയായിരുന്നു നമുക്ക് ഫുഡൊക്കെ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ചേച്ചി, നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നമ്മുടേതായ കുറച്ച് റീൽസ് കാര്യങ്ങൾ ഫോട്ടോസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വൈബ് ചെയ്തു. നമ്മൾ അവിടെ ഒരു 8:30 to 9:30 ഒക്കെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് 9:30 കൊണ്ട് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ നെക്സ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് സമയത്ത് റിസോർട്ടിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഷവറിലേക്ക് കയറുകയാണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ നല്ലൊരു പ്ലാന്റേഷൻ റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടിയാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ആ വഴിയിൽ കൂടെയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ. നമ്മൾ ഫസ്റ്റ് പ്ലാൻ
അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ ഏകദേശം ഒരു മണി ആ ഒരു ടൈം, 1 മണി 1:30 ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ ആതിരപ്പള്ളിയിലുള്ള റിവറൈൻ, നമ്മുടെ റിവറൈൻ സ്യൂട്ട്സിൽ എത്തിച്ചേർന്നു. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. സോ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് പോകാനുള്ള പ്ലാൻ അങ്ങ് മാറ്റി. കാരണം അവിടെ പോയാലും നല്ല മഴയായിരിക്കും, പിന്നെ നല്ല സ്ലിപ്പറി ആയിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലും അതൊരു ഭയങ്കര ഒരു സങ്കടമാവും. സോ അങ്ങോട്ടേക്ക് താഴത്തേക്കൊന്നും ഇറങ്ങി പോകാനും പറ്റില്ല, നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ടൈം ആയിരിക്കും, കാരണം നല്ല മഴയായിരുന്നു. സോ നമ്മൾ അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് ഇതപ്പോൾ നമ്മുടെ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ ഫുൾ ഡേ, അതായത് നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ, 1:30 തൊട്ട് ഇനി ഒരു 6 o'clock വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ആ സമയം നമുക്ക് നമ്മുടെ ഈ റിസോർട്ടിൽ തന്നെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കുള്ള ആ ഒരു ചെറിയ പ്ലാൻ ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ നമുക്ക് റൂമിലേക്ക് പോകാം. റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇത് നമ്മൾ സ്യൂട്ട് റൂമാണ് എടുത്തത്. സ്യൂട്ട് റൂം ഏകദേശം ഒരു 14,500 സംതിങ് ആ ഒരു റേറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 1 day പ്ലാനിലൊരു സ്യൂട്ട് റൂമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ഹോള് വരുന്നുണ്ട്, പിന്നെ ഒരു റൂം, ഒരു ബിഗ് സൈസ് ഒരു ബെഡ്, പിന്നെ ഒരു ബാൽക്കണി, പിന്നെ ജഗ്യൂസി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ജഗ്യൂസി ഒക്കെ ഉൾപ്പെടെയുള്ളൊരു ടോയ്ലറ്റ്, ബാത്റൂം ഫെസിലിറ്റി ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് വ്യൂ വരുന്നത്. നല്ലൊരു വ്യൂ ആണ്. കായലിലേക്കുള്ളൊരു കായലിൽ പോയിട്ട് ആ ഒരു എന്താ ഇതിന് പറയുന്നത്, നേർന്നൊരു വെള്ളത്തിന് എന്താണ് പറയുന്നത്, കൈസ് മറന്നുപോയി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് എന്താണ് പറയുന്നതെന്ന്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എന്തായാലും നല്ല മഴക്കാലമാണെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് കിട്ടി. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാം ഒന്ന് സെറ്റാക്കണം, ഒന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പൂൾ ടൈമിൽ നിലവിൽ ആരും തന്നെ ഇല്ല. സോ നിങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആകുമ്പോൾ നന്നായിട്ട് പൂൾ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി കഴിയുമ്പോൾ വേറെ റൂംസിൽ നിന്നൊക്കെ ആൾക്കാർ വരും, ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ. ഇപ്പം നിങ്ങൾ പൂൾ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പൂളും ഫ്രീ ആയിട്ട് അതായത് ആരും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ അടിച്ചു പൊളിക്കാം, പിന്നെ വന്നിട്ട് ഫുഡും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ചെന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നാൽ പൂളിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് പൂൾ ടൈം ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു 1 hour നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പൂൾ ടൈം ഫണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നേരത്തെ ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു പുഴേൻ്റെ ഒരു ഇത് കാണിച്ചില്ല, വ്യൂ കാണിച്ചില്ല. അപ്പം നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. അവിടെ നല്ല വെള്ളം ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്, റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് തന്നെ. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ പോയി നമുക്കൊന്ന് ചെറിയ ഒരു പുഴയിലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൂളിൽ നിന്ന് നേരെ പോയത് പുഴയിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് വെള്ളത്തിലായിരുന്നു. കുറേ ടൈം വെള്ളത്തിലായിരുന്നു. പക്ഷെ ഇത്ര മഴയും തണുപ്പും വെള്ളത്തിലൊക്കെ ആയിരുന്നെങ്കിലും അത്ര തന്നെ തണുപ്പ്, ഭയങ്കരമായിട്ട് തണുത്ത് വിറയ്ക്കണ ആ ഫീലിലായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എന്തായാലും. കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല വിശന്ന് തുടങ്ങി. എല്ലാവരുടെയും എല്ലാവരുടെയും കുടൽ കഴിയാറായിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തു, ഫുഡൊക്കെ കഴിയാറായി, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. അതായത്
പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ഫുഡായിരുന്നു. റൈസും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, പിന്നെ കുറേ കൂട്ടുകറികൾ, കാര്യങ്ങൾ, പപ്പടം, അങ്ങനത്തെയൊക്കെ നല്ലൊരു നാടൻ നാടൻ ലഞ്ചായിരുന്നു. പിന്നെ അതുപോലെ എന്തായിരുന്നു, പായസവും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന നമ്മുടെ ഫൺ ടൈം സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ വീട്ടിലേക്ക് ഒരു വലിക്ക് കൊടുക്കും. പിന്നെ ഇന്റെ ടൈമിലുള്ള ഫസ്റ്റ് പിന്നില് കെട്ടണം. പിന്നെ ഏറ്റവും 1 മിനിറ്റ് 3 മിനിറ്റ് സമയമുണ്ട്. എനിക്ക് മൂക്കാണ്, അപ്പൊ എനിക്ക് 3 മിനിറ്റ് സമയമുണ്ട്. എല്ലാരും ഇങ്ങനെ വെക്കുന്നു. പാസ് ചെയ്ത് വന്ന് നിലത്ത് വീണാല് എടുക്കാം, റീസ്റ്റാർട്ട് ചെയ്യുന്നു. റീസ്റ്റാർട്ട് ചെയ്യുന്നു. Don't you think that I can see you anxiously? Try not to catch a glimpse of me. Don't you worry, it's okay to take a peek. See the magic words now, pretty please. Yeah, you try to hide it, and you've gotten curious. So let your feelings out, stop playing dumb. 'Cause you know I am fine. I got a feeling, oh. Don't you wanna come a little closer? Feel it, feel it, feel it. Be made. Those lips in your eyes, I'll trade it with mine. Is now what നമ്മുടെ സ്വന്തം സെക്രട്ടറി, I'm tired of getting so മെഡിക്കൽ സെക്രട്ടറി. you wanna come a little closer? Why are you playing cool? Just tell me what you're gonna do, boy. Take my hands, draw me close. That's when you'll hear me feeling in the most. I see the trembling, baby, come and take a dose. I might change my mind, you better hurry up. You try to hide it, and you got curious. So let your feelings out, stop playing dumb. 'Cause you know I am fine. I got a feeling, oh. Don't you wanna come a little closer? Feel it, feel it, feel it. Be made, be made. Those lips in your eyes, I'll trade it with mine. Is now or never. I'm tired of guessing so dumb. You wanna come a little closer? Come over to my side. I'll take you for a ride. We'll live and talk, we'll scream and shout throughout the night. 'Cause you know
ഒന്നുകൂടി ശ്രദ്ധിക്കണ്ടെങ്കിൽ ഒന്നുകൂടി I might change my mind. ആരെന്നാ അങ്ങോട്ട് ഫസ്റ്റ് അതാ അഭിജിത്ത് കൊടുക്കും പഠിക്കൂരില്ലേ ആരറിയാൻ പോകുന്നു അല്ല ഗ്രൂപ്പ് അതിന് ഞങ്ങളുടെ നമ്മുടെ ടീം തോൽവി അതെ ഫുൾ ടൈം CCTV വെച്ചോ തുടങ്ങാണ് ദംഷ്രാറ്റ്സ് ചോദിക്കാം ബട്ട് മൂവ്മെന്റ് പാടില്ല അങ്ങനെ കല്യാണം ആ മീനത്തിന് കല്യാണം ഇടുക്കി ഗോൾഡ് കണ്ടുപിടിച്ചു ഡയമണ്ട് ഒരു മിനിറ്റായി ചോട്ടോ ഇത് വേണം ഇത് ചോട്ടോ ഫിലിം കനകസിംഹാസനം Be May. Those lips in your eyes, I'll trade it with mine. Is now or never. I'm tired of guessing so dumb. You wanna come a little closer? Come over to my side. Take you for a ride. We're living മമ്മൂട്ടി പോലെ അറിയില്ല ഓക്കെ വിട്ടേക്ക് മമ്മൂട്ടി മോഹൻലാൽ ആ ശരി സിനിമ ആദ്യത്തെ വേട് കാണിച്ചോ
ഓട്ടം പെൺപേടിയാണോ? എന്താണ് കൈ പിടിക്കാം. വ്ലോഗിങ് വ്ലോഗിങ്. ആ ചെല്ല സമാധാനം എന്തുവാണ് ചേച്ചി തെറ്റാ. മകൻ 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 2 മിനിറ്റ് ആയി. അതാ ഞാൻ പറയാൻ പെട്ടെന്ന് കാണിക്കാൻ നേരത്തെ. അച്ഛൻ മകൻ അമ്മ. അച്ഛൻ മകൻ മകൻ മകന്റെ അച്ഛൻ. എന്ത് പറയാനാ? കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛൻ മകൻ അമ്മ കോല അങ്ങനത്തെ സിനിമയാണ്. അതൊന്നും പറയാൻ പറ്റില്ല. അവര് ചോദിക്കുമ്പോഴല്ലേ കണ്ട 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 എനിക്ക് എന്തിനു സുഖേടായിരുന്നു, എന്തിനു സുഖേടായിരുന്നു. 1 2 3 സ്റ്റാർട്ട്. ദൃശ്യാണ്. കൊള്ളക്കാരൻ കള്ളൻ. എത്ര പേരുണ്ട്? 2 പേര്. ആരാ നടന്മാരെ? ആരാ അറിയില്ല, അറിയത്തില്ല. ഓക്കെ, തുടക്കത്തിലാണ് കാണിക്കണേ. ഫസ്റ്റില് ഫസ്റ്റ് വേർഡ് മോഷണം. മറ്റേ തൊണ്ടിമുതല ദൃക്സാക്ഷി. മല്ലൻ. മല്ലു സിംഗാണോ? പേര് പറയണ്ട. അതൊരു വീട്ടിൽ സാധനം കാണിക്കാൻ ഫസ്റ്റത്തെ ലെറ്റർ ഞങ്ങൾ എടുത്തോളാം. കൊച്ചുണ്ണി. ഏതോ മുട്ട നടനറിയോ? ആദ്യത്തെ വീട് എന്താ? ആദ്യത്തെ വീട് കാണും. അറ്റൻഷൻ. ആദ്യത്തെ വീട് കാണിക്കും. ആദ്യത്തെ വീടിന്റെ ആദ്യത്തെ അക്ഷരം. ആ മറ്റേ ആടിന്റെ സിനിമയാണോ? മൂലയാണോ? മൂല മറ്റേ ജവാൻ ഓഫ് വെള്ളിമല. ഒരു രക്ഷയിലായിരുന്നു. ഗെയിംസൊക്കെ അടിപൊളി ഫണ്ണായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ടീ ടൈമും ആയി. അപ്പോൾ നമ്മുടെ കോഫി, ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഒരു രക്ഷയിലായിരുന്നു. നല്ലൊരു ട്രിപ്പാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫുൾ ഡേ നല്ല എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ട്രിപ്പ് വേണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനി ഇതുപോലത്തെ ട്രിപ്പ് വേണം. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്ന ട്രിപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. Wanna come a little closer?
നല്ല ചായ. These lips in your eyes, I'll trade it with mine. Is now or never. I'm tired of guessing so dumb. You wanna come a little closer? Come over to my side. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. Throughout the night. 'Cause you know I am the fire. I got a feeling. Don't you wanna come a little closer? ഇങ്ങനെ ഒന്ന് പറയാമോ? ഇത് ഞാൻ എടുത്തിട്ടാ. I don't care. ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കും. ഉടുപ്പില്ലാത്തവളെ ഞാൻ. I'm tired of guessing so dumb. You wanna come a little closer? Can you tell what is wrong or right? കഴുത്തെങ്ങനെയുണ്ട്? This feeling is no inside. ഇന്നലെ രാത്രി 10:30 അടക്കമില്ല ഞാൻ ഒരാളാണ്. പിന്നെ ആ പനി പിടിച്ചിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ജനുവരി മുതൽ ഏറ്റവും വലിയ പ്രവീണ ചേച്ചിയാണ് അതിന്റെ. പേര് പറയാൻ വിട്ടു. അലക്സ് സെപ്പറേറ്റ്. സോനി വീഡിയോ. Asha!